റെനോ ഡസ്റ്ററാണ് വണ്ടി. ഈ വണ്ടിയുടെ ഇപ്പോഴത്തെ ഒരു കംപ്ലയിൻറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ ആ ബീപ്പർ ഒരു 3-4 തവണ ബീപ്പ് ബീപ്പ് എന്നുള്ളൊരു സൗണ്ട് ഉണ്ടാക്കും. എന്നാൽ ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യത്തില്ല. എന്നാൽ നമ്മൾ വലതുവശത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ വലതുവശത്തെ ഇൻഡിക്കേറ്ററെല്ലാം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ രണ്ടും വർക്ക് ചെയ്യുന്നില്ല, മുൻവശം വർക്ക് ചെയ്യുന്നില്ല, പുറകുവശം വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ആദ്യമേ ബീപ്പ് ബീപ്പ് കേൾക്കും, പിന്നീട് നമ്മൾ ലിവറെ പിടിച്ചിട്ട് ലെഫ്റ്റിലേക്ക് ഇട്ടെന്ന് പറഞ്ഞാലും ആ ബീപ്പ് ബീപ്പ് ഒന്നും കേൾക്കത്തൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് ഇട്ടിരിക്കുകയാണ്. ലെഫ്റ്റ് സൈഡിൽ ഇൻഡിക്കേറ്ററുകൾ ഫ്രണ്ടും വർക്ക് ചെയ്യുന്നില്ല, ബാക്കും വർക്ക് ചെയ്യുന്നില്ല. ഞാൻ റൈറ്റ് സൈഡ് ഒന്ന് കാണിക്കാം. റൈറ്റ് സൈഡിലേക്ക് ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഇൻഡിക്കേറ്റർ ഡാഷിലും വർക്ക് ചെയ്യുന്നുണ്ട്, വണ്ടിയിലും വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്യൂസൊക്കെ നോക്കിയായിരുന്നു. ഫ്യൂസിനൊന്നും പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും കണ്ടിട്ടില്ല, ഒരു ഫ്യൂസ് പോലും പോയിട്ടുമില്ല. അതിനുശേഷം പിന്നെ കുറേ തപ്പിയതിന് ശേഷം കണ്ടുപിടിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലെഫ്റ്റ് സൈഡിലെ നമ്മുടെ ഹെഡ് ലാമ്പ് ഉണ്ടല്ലോ, ലെഫ്റ്റ് സൈഡിലെ ഹെഡ് ലാമ്പിൻ്റെ മെയിൻ കപ്ലർ, അതായത് സപ്ലൈ കപ്ലർ ഊരി ഇട്ട് കഴിയുമ്പോഴത്തേക്കും വണ്ടി പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാനത് ഊരി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ലെഫ്റ്റിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലെ ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലെ ഹെഡ്ലൈറ്റിൻ്റെ ഉള്ളിലാണ് കംപ്ലയിൻ്റ് എന്ന് മനസ്സിലായി. നമ്മൾ ലെഫ്റ്റ് സൈഡിലെ ഹെഡ്ലൈറ്റ് അഴിക്കുകയാണ്. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലെ ഹെഡ്ലൈറ്റ് ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ പ്രോപ്പറായിട്ട് ഫുള്ള് പറയുന്നുണ്ട് എങ്ങനെയാണെന്നുള്ളത്. അപ്പം നമ്മൾ ആദ്യം ബമ്പറിൻ്റെ രണ്ട് സൈഡിലെയും അടിയിലത്തെ വീലാർച്ചിലെ സ്ക്രൂ ഊരുന്നു, മുകളിലത്തെ 4 സ്ക്രൂസ് ഊരുന്നു. അതിനുശേഷം നമ്മൾ ബമ്പർ സൈഡിൽ നിന്ന് പതുക്കെ, ഇപ്പം വെടിയിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ക്ലിപ്പ് പോകാതെ വെടിയിക്കണം. അപ്പോൾ ചിലപ്പോൾ നമ്മൾ വലിക്കുമ്പോൾ ക്ലിപ്പ് പൊട്ടിപ്പോവും. ഇപ്പോൾ വളരെ സൂക്ഷിച്ചു വേണം അവിടെ ഊരാൻ വേണ്ടിയിട്ട്, പഴയ വണ്ടിയാകുമ്പോഴത്തേക്കും. അത് ഊരിയിടുക. അതിനുശേഷം അതിന് മുകളിലത്തെ ബുഷിൻ്റെ അകത്തുനിന്ന് ബമ്പറിൻ്റെ ക്ലിപ്പ് ഇറക്കിയിടുക. ക്ലിപ്പ് ഇറക്കിയതിന് ശേഷം ഞാനൊരു സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ആ ഹുക്കിൻ്റെ അകത്തുനിന്ന് ബമ്പർ ഊരി പോന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് കയറ്റിയിടാൻ ഭയങ്കര പാടാണ്. പിന്നെ അടിയിലത്തെ നട്ടൊക്കെ അഴിക്കണം. നമുക്ക് പിന്നെയുള്ള ഹെഡ്ലൈറ്റിനുള്ളത് 3 പത്താണുള്ളത്. ഒരു പത്ത് ഇവിടെ, ഒരു പത്ത് ഈ കാണുന്നതാണ്, അത് ഇത്തിരി ഉള്ളിലാണ്, ശ്രദ്ധിച്ച് നോക്കണം. പിന്നെ ഒരെണ്ണം ഒബ്വിയസ്ലി മേളിലാണ് വരുന്നത്. അതിനുശേഷം നമ്മൾ ഹെഡ്ലൈറ്റ് ഊരിയെടുക്കുകയാണ്. ഇപ്പം ഇത് ഹെഡ്ലൈറ്റിൻ്റെ ലെവലിംഗ് അഡ്ജസ്റ്റ്മെൻറ്റാണ്. ലെവലിംഗ് അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ കേബിൾ നമ്മൾ പൊക്കിയെടുത്തു. കപ്ലർ നേരത്തെ ഊരി ഇട്ടിരിക്കുന്നതുകൊണ്ട് നമ്മുടെ ഹെഡ്ലൈറ്റ് നമ്മൾ ഊരിയെടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ സംഭവം ഒന്ന് തുറന്ന് കഴിയുമ്പോഴത്തേക്കും എന്താ സംഭവം നമുക്ക് കാണാൻ പറ്റുമെന്നാണ് പ്രതീക്ഷ. അപ്പോൾ തുറന്നു കഴിഞ്ഞപ്പോൾ കണ്ടോ, ഇൻസുലേഷൻ കുറേ പോയിട്ടുണ്ട്. എല്ലാ വയറിൻ്റെയും ഇൻസുലേഷൻ കുറേ പോയിട്ടുണ്ട്. അപ്പം നമുക്ക് പ്രോപ്പറായിട്ട് നോക്കിക്കഴിയുമ്പം പല വയറുകൾക്കും ഇൻസുലേഷനേ ഇല്ല എന്ന് മനസ്സിലാവും. ഞാൻ ആ ബൾബ് ഊരിയെടുത്തു, പിന്നെ ബൾബിൻ്റെ ഹോൾഡർ ഊരിയെടുത്തു. കുറച്ച് സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, നമുക്ക് ഇൻസുലേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ മെയിൻ കപ്ലർ നമുക്ക് ഊരണം. മെയിൻ കപ്ലർ ഊരാൻ വേണ്ടി 2 സൈഡിൽ ഓരോ ക്ലിപ്പുണ്ട്. ആ ക്ലിപ്പിൽ പ്രസ് ചെയ്തിട്ട് അടിയിലേക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, അകത്തേക്കാണ് പ്രസ് ചെയ്യേണ്ടത്, അകത്തേക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഊരിപ്പോന്ന് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും മെയിൻ കപ്ലറിൻ്റെ ചോട്ടിൽ നിന്ന് ഒരുപാട് വയറുകളുടെ ഇൻസുലേഷൻ പോയിട്ടുണ്ട്. അപ്പം നമുക്കിത് ഫുൾ ഇൻസുലേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വയർ കുറച്ചെങ്കിലും വെളിയിലേക്ക് വരണം. അതിന് നമ്മളുടെ ഹെഡ്ലൈറ്റിൻ്റെ കപ്ലർ ഊരിയതിന് ശേഷം അതിൻ്റെയും ബൾബ് ഊരിയെടുക്കുക. ബൾബിന് വേറെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ബൾബ് ഊരിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം നമ്മളുടെ ഈ ഹെഡ്ലൈറ്റിൻ്റെ കുത്തിരിക്കുന്ന ആ വയറുകൾ ഒരു സൈഡിൽ നിന്ന് പതിയെ കൈകൊണ്ട് തള്ളിയിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് വലിക്കുക. ഊരിയെടുക്കുമ്പോൾ ഒരുപാട് ബലം കൊടുക്കാതിരിക്കുക. കാരണം നമ്മുടെ ഇൻഡിക്കേറ്ററിൻ്റെ 2 വയറുകളുണ്ട്. ആ വയറുകൾ നമുക്ക് കൈയിട്ട് ഊരാനായിട്ട് എത്താൻ പറ്റാത്തൊരു സ്ഥലത്താണ്. ഈ കാണുന്നതാണ് 2 വയർ. അപ്പം നമ്മളുടെ ഇൻസുലേഷൻ പോയിട്ടുണ്ട്, ഇൻഡിക്കേറ്ററിൻ്റെ നന്നായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ പരമാവധി നമ്മൾ ഫുള്ള് വെളിയിലേക്ക് എടുത്തിരിക്കുകയാണ്. ഇപ്പം നമുക്ക് വ്യക്തമായിട്ട് കാണാം അതിൻ്റെ ഇൻസുലേഷൻസ് ഒരുപാട് പോയിരിക്കുന്നതായിട്ട്. ഇനി നമുക്ക് ഇൻസുലേഷൻ കയറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ആ കപ്ലറിൻ്റെ അവിടെ നിന്ന് പിന്ന് ഊരിയെടുക്കണം. അപ്പോൾ പിന്ന് ഊരാൻ വേണ്ടിയിട്ട് ഇത് കണ്ടില്ല, ഈ 2 പിങ്ക് ലോക്കുണ്ട്. ഈ ലോക്ക് 2 ലോക്കാണ്. അതൊന്ന് പ്രസ് ചെയ്ത് അകത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഫുള്ളിങ് ഊരിപ്പോരും. ഊരിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. അതിനുശേഷം ഉണ്ട് 2 ലോക്കുണ്ടേ, മേളിലും താഴെയുണ്ട്. അതിനുശേഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു ലോക്ക് കാണും, പിന്നെ ലോക്ക് ചെയ്തിരിക്കുന്നത്. അത് ഈ ഒരു സൈഡിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അടിയിൽ നിന്ന് വലിച്ചൂരിയെടുക്കാൻ പറ്റും. പിന്നെ വലിച്ചൂരിയെടുത്ത് കഴിയുമ്പോൾ ഏകദേശം ഇങ്ങനെ ഇരിക്കും. ഞാൻ അതിലേക്കൊരു സ്ലീവ് വർക്കുമാണ് ചെയ്തിരിക്കുന്നത്.
സ്ലീവ് ഇറക്കി, ബാക്കി സ്ലീവ് ഇറക്കുന്നത് നമുക്ക് വയറ് ഇൻസുലേറ്റ് കൈകൊണ്ട് ചെയ്യാൻ പറ്റാത്തതായതുകൊണ്ട് സ്ലീവ് വയറ് ഇൻസുലേറ്റ് ചെയ്യുമ്പോൾ പിന്നിൻ്റെ ചുവടിനോട് ഒരുപാട് ചേർത്ത് ചെയ്യാതിരിക്കുക, കപ്ലറിൻ്റെ ഉള്ളിലേക്ക് കയറി പ്രോപ്പറായിട്ട് ലോക്ക് ആവാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അത്യാവശ്യം എല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇൻസുലേറ്റ് ചെയ്യാനുള്ള അകത്തെ ഒരെണ്ണമാണ്, ബാക്കിയെല്ലാം നമ്മൾ ചെയ്തു. അകത്തെ നമുക്ക് സ്ലീവും കയറുന്നില്ലായിരുന്നു. അപ്പം ഞാൻ ചെറിയൊരു സ്ലീവ് എടുത്തിട്ട് ആദ്യം അത് നടുവേ കട്ട് ചെയ്തിട്ട് അറ്റത്ത് ഇൻസുലേഷൻ കൊടുത്തിട്ട് പതിയെ തള്ളി ഫുള്ള് അകം വരെ കയറ്റിയിട്ടുണ്ട്. ഇപ്പം അതും പ്രോപ്പറായിട്ട് ഇൻസുലേറ്റഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം തിരിച്ച് കയറ്റുമ്പോൾ ആദ്യം നമുക്ക് കയറ്റേണ്ടത് പാർക്കിൻ്റെ കയറ്റി അപ്പുറത്തേക്ക് വലിച്ചതിന് ശേഷം മെയിൻ കപ്ലർ കയറ്റുക. മെയിൻ കപ്ലർ കയറ്റുമ്പം രണ്ടും ലൊക്കേറ്റ് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതെ. ഒരു സൈഡിൽ ലോക്ക് ആവത്തുള്ളതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. പിന്നെ തിരിച്ച് ഹോൾഡർ നമ്മൾ പിടിപ്പിച്ചു, ബാക്കിയെല്ലാം തിരിച്ച് സെറ്റ് ചെയ്തു. ഇനി വണ്ടിയെ വെച്ചൊന്ന് ചെക്ക് ചെയ്യാം. ഞാൻ കപ്ലർ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഓൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇൻഡിക്കേറ്റർ നമുക്ക് വർക്ക് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. സോ ആ പ്രശ്നം നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട്. അവസാനം തിരിച്ച് നമ്മളിതെല്ലാം കൂടെ ഫിറ്റ് ചെയ്തു, ബമ്പറും കാര്യങ്ങളും എല്ലാം ഫിറ്റ് ചെയ്തു. ഇപ്പം വണ്ടി പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്.